ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അപ്പം ബിഗിനേഴ്സിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോ മുതലാണ് ഓരോ സ്റ്റിച്ചസ് ആയിട്ട് ചെയ്ത് തുടങ്ങുന്നത്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഒരു സ്റ്റിച്ചും അത് യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ വേരിയേഷൻസ്, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസൈന്, പിന്നെ അത് ബീഡ് വർക്കിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ബീഡ് വർക്ക്, അങ്ങനെയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഓരോ വീഡിയോസും. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ക്ലോത്ത് വേണം. അത് കോട്ടൺ ക്ലോത്താണ് ആദ്യം തയ്ച്ച് തുടങ്ങുന്നവർക്കൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് ഹാൻഡ് എംബ്രോയ്ഡറി ഹൂപ്പാണ്. പിന്നെ നീഡിൽ, ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഒരു സിസേഴ്സും. ഇത്രയും സാധനങ്ങളാണ് അത്യാവശ്യം വേണ്ടത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുമ്പം ഒത്തിരി കട്ടിയുള്ള തുണി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നീഡിൽ വലിച്ചെടുക്കാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരുപാട് അകന്നതാണെങ്കിലും നമ്മുടെ സ്റ്റിച്ചസ് ചിലപ്പോൾ താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ തുണി കീറിയിട്ട് താഴേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം തുണി എടുക്കാനായിട്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ഹൂപ്പ് ഇതുപോലെ 2 പീസായിട്ടാണ് ഒരെണ്ണത്തിൽ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അപ്പം ഇതൊരു വുഡൻ ഫ്രെയിമാണ്. ഞാനിത് ക്ലോത്ത് കവർ ചെയ്തെടുത്തതാണ്. അപ്പം മുമ്പൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ക്ലോത്ത് കവർ ചെയ്താണോ ഇത് നമുക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് വുഡൻ ഫ്രെയിമാണ്. ഞാനിതുപോലെ കവർ ചെയ്തെടുത്തതാണ്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ ഈ അകത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒട്ടിക്കുകയോ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കട്ടിയായിട്ട് വരാൻ പാടില്ല. ക്ലോത്ത് വെച്ചാൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. അത് ഇവിടെയും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത്, ഈ 2 ഭാഗത്തും നമുക്ക് ചെയ്യാം. അവിടെ കട്ടി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ക്ലോത്ത് വരുന്ന അതിൻ്റെ 2ൻ്റെയും കൂടെ നടുക്കാണ്. അപ്പോൾ അവിടെ കട്ടിയായി പോകാൻ പാടില്ല. അപ്പം നമ്മൾ ക്ലോത്ത് വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ വേണ്ടത് ഇതുപോലെ നീഡിലാണ്. ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ടുള്ള നീഡിലിൻ്റെ കുറച്ച് നീളം കൂടുതലായിരിക്കും. അതായത് നമ്മൾ കട്ടിയുള്ള ത്രെഡ് കോർക്കാൻ പാകത്തിനുള്ള ആയിരിക്കും ഈ ഒരു നീഡിലിനുള്ളത്. ഇപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് 3 to 9 ആണ് ഇതിൻ്റെ നീഡിൽ സൈസ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 3 to 9 എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ 3 എന്ന് പറയുന്നത് ഈ ഏറ്റവും വലുതിനാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ കൂടുതൽ വരുമ്പോഴത്തേനും ഇതിൻ്റെ വലിപ്പം ചെറുതായിട്ടാണ് വരുന്നത്. അപ്പോൾ 9 എന്ന് പറയുന്നത് ഈ ചെറിയ നീഡിലാണ്. ഈ ചെറിയ നീഡിൽ നമ്മൾ സാധാരണ ബീഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്പർ ചെറുതാകുമ്പോൾ നമ്മൾ വലിയ നീഡിലാണ്, വലിയ നമ്പറിന് ചെറിയ നീഡിലാണ് കിട്ടുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നമ്പർ നോക്കിയിട്ട് വാങ്ങാം. അടുത്തത് വേണ്ടത് ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ടുള്ള ത്രെഡാണ്. ഇതിൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ വില 10 റുപ്പീസാണ്. പിന്നെ ഇതിലും കുറഞ്ഞ ത്രെഡും നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്ത് പഠിക്കാനൊക്കെ നമ്മൾ കുറഞ്ഞ ത്രെഡാണെങ്കിലും യൂസ് ചെയ്താൽ മതി. പക്ഷേ വില കുറഞ്ഞ ത്രെഡാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കെട്ട് വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലരും പഠിച്ച് തുടങ്ങുമ്പോൾ പറയാറുണ്ട് കെട്ട് വീഴുന്നു, ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നൂല് മാറ്റി നോക്കുന്നത് നല്ലതാണ്. കുറച്ച് ക്വാളിറ്റി കൂടിയ നൂല് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ശരിയാകും. പിന്നെ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് ഇതുപോലെ 6 strands ആയിട്ട് വരുന്നതാണ്. അതായത് ഇതുപോലത്തെ 6 എണ്ണം ചേർന്നിട്ടാണ് ഒരു നൂല് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സിസേഴ്സാണ് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ഹൂപ്പിൽ എങ്ങനെയാണ് ഈ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പീസ് ക്ലോത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴേക്ക് അമർത്തി ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ടൈറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഫിക്സ് ചെയ്യണം.
എന്നിട്ട് നമ്മൾ ഈ ക്ലോത്ത് എല്ലാ സൈഡിൽ നിന്നും വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കറക്റ്റ് പാകത്തിന് ടൈറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ സ്ക്രൂ വെച്ചിട്ട് ഒന്നും കൂടെ മുറുക്കി കൊടുത്താൽ മതി. ഈ ഒരു ക്ലോത്ത് ഫിക്സ് ചെയ്യുമ്പോൾ ഇത് ലൂസായി പോയാൽ നമ്മൾ സ്റ്റിച്ചസൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് നമ്മൾ ഇതുപോലെ വലിച്ച് എല്ലാ സൈഡിൽ നിന്നും വലിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്ക്രൂ മുറുക്കി കൊടുക്കണം. ഇങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യേണ്ടത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ ത്രെഡ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. ഇത് 6 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചസിനും ഒന്നും ഈ 6 സ്ട്രാൻഡ്സും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചില സ്റ്റിച്ചസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് പഠിക്കുമ്പോഴും 2 അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതെന്നാണ് അടുത്ത നമുക്ക് നോക്കേണ്ടത്. ആദ്യം നമ്മൾ എത്ര നീളത്തിലാണ് നമുക്ക് ഈ ത്രെഡ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു സ്റ്റിച്ചിന് 2 സ്ട്രാൻഡ്സ് ആണ് വേണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് ചെല്ലുമ്പം അത് കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒരേ ലൈനിലായിരിക്കില്ല താഴെ വരെ പോയിരിക്കുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡ്സ് പിടിച്ച് വലിക്കുമ്പം അത് കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ എന്നാലും കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരെണ്ണം ആദ്യം വലിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് വലിക്കുമ്പോൾ നമുക്ക് എത്ര നീളം ഉണ്ടെങ്കിലും ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. ഈ ബാക്കി വരുന്ന ത്രെഡും ഇതിൽ കെട്ടൊന്നും വീഴാതെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത് ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതി. എന്നിട്ട് നമുക്ക് എത്ര സ്ട്രാൻഡ്സ് ആണോ വേണ്ടത് അത് ഒന്നിച്ച് കൂട്ടിയെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതിലെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കാം. അതായത് സ്റ്റാർട്ടിങ്ങിലും പിന്നെ അതുപോലെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടും ഇതിലെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കാം. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് കെട്ടിടുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരറ്റം എടുത്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഒരു കെട്ട് വീഴും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിടേണ്ടത്. ഇത് ഒരു തവണ കൂടെ കാണിക്കാം. ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവണ ചുറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പിടിച്ച് വലിച്ചാൽ മതി. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിടേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കണം. എന്നിട്ട് താഴെ ഇതുപോലെ വലിച്ചെടുത്തിട്ട് തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡിൽ ഇതുപോലെ എടുക്കണം. ഇതുപോലെ എടുത്തിട്ട് ഇത് ഫുള്ള് വലിച്ചെടുക്കാതെ അവസാനം ഈ ഒരു ലൂപ്പ് പോലെ വരുന്നതിൻ്റെ അകത്തൂടെ ഇതുപോലെ നീഡിൽ വീണ്ടും എടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ടൊരു കെട്ട് വീണിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 1-2 തവണ ചെയ്യാം. ഒരു തവണ കൂടി ഇതുപോലെ തന്നെ അവസാനം ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ ഫ്രണ്ട്സൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.